ഹായ് ഫ്രണ്ട്സ്, മഴതോരു മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ കടപ്പാട്ടൂർ വൈജാമാടം നമ്മുടെ സർവൻറ്റ് സുനിതയോട് പറയുന്നുണ്ട്, നീ എന്നെ കൊച്ചമ്മയെന്നോ മാഡമെന്നോ വിളിച്ചാൽ മതി, നീ എന്നെ ചേച്ചിയെന്ന് വിളിക്കണ്ട. ചേച്ചിയെന്ന് വിളിച്ചു കഴിയുമ്പം പിന്നീടത് കുഴപ്പമാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിതയും കൃഷ്ണയും കൂടെ കിച്ചണിലോട്ട് വന്നിട്ട് വൈജോടി ചോദിക്കും, അമ്മ ഇതെന്തോ പണിയായി ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്ന ഈ ജോലി എന്തിനാ ഇപ്പം വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഞങ്ങൾ ചെയ്യത്തില്ലായിരുന്നോ ഈ ജോലിയെല്ലാം? ഇപ്പോൾ ഈ വീട്ടിൽ സർവൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അന്നേരം പറഞ്ഞ്, നീയൊന്നും ഇപ്പോൾ ഒന്നും പണിയും ചെയ്യണ്ട, ഞാനതിനാ സർവൻറ്റിനെ വെച്ചേക്കുന്നത്. 5 മണിക്ക് എഴുന്നേറ്റ് ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ പഠിച്ചാൽ മതി. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. നിങ്ങൾക്കാണെങ്കിൽ അലീന ചേച്ചി എല്ലാ ജോലിയും പഠിപ്പിച്ച് തന്ന് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ പറ്റും. ഞങ്ങൾ 3 പേരും കൂടെ നല്ല ജോളിയായിട്ടാണ് എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പഠിക്കാനും ഇഷ്ടം പോലെ സമയം കിട്ടുമായിരുന്നു. അമ്മ ഒരു ആവശ്യമില്ലാതെ ഈ സർവൻറ്റിനെ കൊണ്ടുവന്ന് എന്ന് പറയും. അപ്പോൾ വൈജയാന്ന് ഈ ബബിതയോട് ദേഷ്യപ്പെടും. നിൻ്റെ കാര്യം നോക്കി പോ ബബിത എന്ന് പറയും. എന്നോട് തർക്കിക്കാൻ നിൽക്കരുത് എന്ന് പറയും. ബബിത അങ്ങ് പോവും. കൃഷ്ണ പറയും, അമ്മയോട് എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, അമ്മ നന്നാകത്തില്ല. അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞാൽ ടൈമും എനർജി നഷ്ടപ്പെടുമെന്നേ ഉള്ളൂ. അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ബബിതയാണെങ്കിൽ വന്ന് ബാലേട്ടനോട് പറയും, അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? അമ്മ ഇവിടെ ചുമ്മാതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ്ട് അവിടെ എങ്ങും ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിവെൻറ്റ് ചെയ്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അവിടെ നിന്നെല്ലാം പറഞ്ഞു വിട്ട്. നിങ്ങൾ നിങ്ങളുടെ സ്പേസ് കണ്ടെത്തി നിങ്ങൾ ജോലി ചെയ്യുക. അവിടെ അവളെന്തെങ്കിലും പറഞ്ഞു വരുവാണെങ്കിൽ അന്നേരം ഞാൻ പറഞ്ഞോളാം അതിൻ്റെ മറുപടി. അലീന ഇവിടുന്ന് പോയതിന് കാരണം എന്തെന്നറിയാമോ? വൈജ തിരിച്ചു വരാൻ വേണ്ടിയാണ് അലീന ഇവിടുന്ന് പോയത്. നിങ്ങൾക്ക് അമ്മ ഇല്ലാതിരിക്കരുത്, നിങ്ങൾക്ക് അമ്മ വേണം, അതിന് വേണ്ടിയാണ് അലീന ഇവിടുന്ന് പോയത് തന്നെ. അതിനാണെങ്കിൽ അലീന ചേച്ചി ഇവിടുന്ന് പോകേണ്ട കാര്യമേ ഇല്ല. അമ്മയും അച്ഛനും കൂടെയുള്ള പ്രശ്നമാണ്. അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാൾ മേളത്തെ റൂമിലും ഒരാൾ താഴത്തെ നിലയിലും അല്ല കിടക്കേണ്ടത് എന്ന് പറയും. അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങളായെന്ന് പറയും. അച്ഛൻ പണ്ട് ഇതുപോലൊന്നും അല്ലായിരുന്നല്ലോ. അമ്മ എന്ത് പറയുന്ന പൊട്ടത്തരും അംഗീകരിച്ചു കൊടുക്കുകയും ദേഷ്യപ്പെടുകയും എടുക്കുകയും ഒന്നുമല്ല. അച്ഛൻ്റെ സ്വഭാവമേ അങ്ങ് മാറിപ്പോവല്ലോ. അമ്മ പറയുന്നത് ശരിയാണ്. അലീന ചേച്ചി വന്നതിന് ശേഷമാണ് അച്ഛൻ്റെ സ്വഭാവം മാറുന്നത് തന്നെ. അച്ഛൻ അതിന് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയും. അപ്പോൾ ബാലേട്ടൻ പറയും, നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പം നമ്മൾ അവിടുന്ന് മാറണം എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ അവിടെ ആരുമല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവിടുന്ന് മാറേണ്ടതായി വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അവിടുന്ന് മാറി. അതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം. എൻ്റെ ഈ സ്വഭാവം ചിലപ്പോൾ എൻ്റെ ഉള്ളിലുള്ളതായിരിക്കാം. ഇപ്പോൾ ആ സ്വഭാവം പുറത്ത് വന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ഒരു കാര്യം ചെയ്യേ, നമുക്കിന്ന് വെളിയിൽ പോയി ഫുഡ് കഴിച്ചാലോ? രോഹിയും കൃഷ്ണയും എന്ത് ചെയ്യേ? അവർ രണ്ടുപേരോട് പറ. അവർ രണ്ടുപേരും ആണെങ്കിൽ റൂമിൽ പോയി ഇരിപ്പുണ്ട് എന്ന് ബബിത പറയും. എന്നാൽ അവരോട് പറ, അവരും റെഡിയാകാൻ പറ, നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിക്കാം. 4 പേരും പോകാൻ റെഡിയാവും. അപ്പോഴാണെങ്കിൽ സെർവൻറ്റ് ഫുഡെല്ലാം ടേബിളിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് വൈജാമാടും ഇറങ്ങി വരും. ഇപ്പോഴാണെങ്കിൽ ബാലേട്ടൻ ഇറങ്ങി വരും. പിന്നെ ബബിതയും കൃഷ്ണയും ഇറങ്ങി വരും. പിന്നെ രോഹിത്തും ഇറങ്ങി വരും. ഇവരെല്ലാവരും ഒരുങ്ങി വരുന്ന കണ്ടുകൊണ്ട് വൈജി ചോദിക്കും, എവിടെ പോവാ നിങ്ങളെല്ലാവരും കൂടെ? അന്നേരം കവിത പറയും, അച്ഛൻ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു, അതിന് പോവാം. അന്നേരം പറയും, ഇവിടെ പിന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതെല്ലാം വേസ്റ്റ് ആകത്തില്ലേ? അന്നേരം പറയും, അതെങ്ങനെ വേസ്റ്റ് ആകുന്നത്? അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഇപ്പോൾ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു. എന്നും കിട്ടുന്നതല്ലല്ലോ ബിരിയാണി. എന്നും ചോറ് എന്നും കഴിക്കാം, ബിരിയാണി എന്നും കിട്ടുന്നതല്ലല്ലോ. അച്ഛൻ വിളിച്ചപ്പം ഇന്ന് പോയില്ലെങ്കിൽ പിന്നീട് പോക്ക് നടക്കത്തില്ല, അച്ഛൻ ഫ്രീ ആയിട്ടുള്ളത് ഇന്നാണ്. അന്നേരം ബാലേട്ടൻ പറയും, ഞാൻ ഇന്നേ ഉള്ളു ഫ്രീ, ഇനി ഞാൻ ഫ്രീ ആകണമെങ്കിൽ അടുത്ത വർഷം സെപ്റ്റംബർ 18-ന്. അത്രയൊന്നും കാത്തിരിക്കാൻ പറ്റത്തില്ല, ഇനി ഞങ്ങൾ വരുക എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അന്നേരം ബാലേട്ടൻ പറയും, നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ആയാലോ? അത് കഴിഞ്ഞ് സിനിമയും കൂടെ കണ്ടാലോ? അപ്പോൾ രോഹി പറയും, അത് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാച്ചാ. എന്നാൽ പിന്നെ ബബിത പറയും, എന്നാൽ ഞങ്ങൾ പോയിട്ട് വട്ടമേ. കൃഷ്ണയും രോഹിത്തും പറയും, പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങ് പോകും ഇവർ. അത് കഴിഞ്ഞിട്ട് സർവൻറ്റിനോട് പറയും, എല്ലാം വാരി ഫ്രിഡ്ജിലോട്ട് വെക്കുക. അന്നേരം അവർ പറയും, എല്ലാം തണുത്തു പോകും, ഇതിൻ്റെ ടേസ്റ്റ് പോകും, വീണ്ടും എടുത്ത് ചൂടാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് പോകുന്നു. അപ്പോൾ എല്ലാം കൂടി എനിക്കെടുത്ത് റോഡിലോട്ട് എറിയാനാണ് തോന്നുന്നതെന്ന് എന്നിട്ട് വൈജി അങ്ങ് ദേഷ്യപ്പെട്ട് റൂമിലോട്ട് കയറിപ്പോവും. അപ്പം സുനിത പറയും, ഞാനെന്തിനാണ് കഴിക്കാതിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവർ ഫുഡ് എടുത്ത് കഴിക്കും.
അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ കുളത്തൂപ്പുഴയിൽ അലീനയാണെങ്കിൽ മനുവിനെ വിളിക്കും. അപ്പോൾ മനു പറയും, എന്നാൽ ഇനി അവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നായി പറഞ്ഞോളാൻ പറയും. അങ്ങനെ അവിടുത്തെ ഓരോ വിശേഷങ്ങൾ പറയുക. എങ്ങനുണ്ട് കേണൽ, എങ്ങനുണ്ട് എന്നൊക്കെ അലീനയോട് ചോദിക്കും. അപ്പോൾ പറയും, കേണൽ കുഴപ്പമില്ല, എന്നോട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഒരു കാര്യമുണ്ട്, എന്ത് പറയുമ്പോഴും കമാൻഡിങ് പവറാണ് ഫ്രണ്ടിൽ, ബാക്കിലാണ് സ്റ്റാൻലി ജോസഫ് നിൽക്കുന്നത് എന്ന് പറയും. പിന്നെ രാവിലെ തുടങ്ങുന്ന വെള്ളമടിയാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വെള്ളം അടിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ മനു ചോദിക്കും, ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അന്നേരം പറയും, പുറമേ ഹെൽത്തിന് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. മദ്യം കഴിക്കാത്ത ബ്രിജിത്ത മാമിക്ക് ലിവർ സിറോസിസ് വന്നില്ലേ, അപ്പോൾ മദ്യം കഴിക്കുന്ന ആളുടെ കാര്യം എന്തുമായിരിക്കും എന്ന് മനു എന്നോട് ചോദിക്കും. അത് മാറ്റാൻ വേണ്ടി ഇനി നിരാഹാരം കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അന്നേരം അപ്പം മനു പറയും, ഹെൽത്ത് കളഞ്ഞിട്ടൊന്നും ചെയ്യണ്ട, നിരാഹാരമൊന്നും കിടക്കണ്ട എന്ന് മനു പറയും. പിന്നെ അലീന പറയും, അതിനോട്ടെ ഇവിടെ കേണലിൻ്റെ അപ്പച്ചൻ വന്നിട്ടുണ്ട്, അവതക്കുട്ടിച്ചായൻ. പുള്ളിക്കാരൻ വന്നത് തന്നെ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ ദേഷ്യമെല്ലാം പോയി. പുള്ളിക്കാരൻ്റെ ഭാര്യ ചിന്നമ്മ നേരത്തെ മരിച്ചു പോയത്. അപ്പം ചിന്നമ്മയെ കൂട്ടാണ് ഞാനിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് തന്നെ ചിന്നമ്മ മരിച്ച് 1 മാസം കഴിഞ്ഞാണ് ഞാൻ ജനിക്കുന്നത്. അപ്പം മനു പറഞ്ഞു, എന്നാലും അന്നേരം പറയും, നിൻ്റെ ഉള്ളിൽ ചിന്നമ്മ കാണും, അതാ നിൻ്റെ സക്സസ്. അന്നേരം അലീന പറയും, എൻ്റെ ഉള്ളിൽ വേറെ ആരുമല്ല, ബ്രിജിത്ത മമ്മിയാണ്, ബ്രിജിത്ത മമ്മി കഴിഞ്ഞേ ഉള്ളൂ എല്ലാവരും. അപ്പം മനു പറയും, എന്നാൽ ഓക്കെ. അപ്പം അലീന പറയും, എന്നാൽ ശരി, പിന്നെ വിളിക്കാം എന്നാൽ ഇനി എന്ന് പറഞ്ഞ് ഒരു ഫോൺ വെക്കും. അത് കടപ്പാട്ടൂരാണെങ്കിൽ ഷൂട്ടിങ്ങിന് പോയവരെല്ലാം തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് ബാലേട്ടൻ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ബാലേട്ടൻ പറയുന്നുണ്ട്, അലീന ഇവിടുന്ന് പോയത് തന്നെ ഇവിടെ വൈജ ഇവിടെ തിരിച്ചു വരാൻ വേണ്ടിയാണ്. നമുക്ക് എന്നും വെളിയിൽ പോയി ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.